നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റിറ്റി മറിയാണ്. റിറ്റി ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡൊമസ്റ്റിക് കൂടാതെ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ നടത്തിയൊരു വ്യക്തിയാണ് റിറ്റി മറിയ. അപ്പോൾ റിറ്റിയോട് ഞാനിന്ന് ചോദിക്കുന്നത് ഫുക്കറ്റ് ക്രാബിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവുന്നൊരു സ്ഥലമാണ് തായ്ലാൻഡിലെ ഫുക്കറ്റ് ക്രാബ്. എന്താണ് റിറ്റി ഫുക്കറ്റ് ക്രാബ് മറ്റ് ഇൻ്റർനാഷണൽ സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് ഫുക്കറ്റ് ക്രാബിയുടെ വ്യത്യാസം? ഫുക്കറ്റ് ക്രാബി ആക്ച്വലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കവറിങ് വിത്ത് ലോട്ട് ഓഫ് ഐലൻഡ്സ്. ഒരുപാട് ഹണിമൂൺ ട്രിപ്സും ബാച്ചിലർ ട്രിപ്സും ഫാമിലി ട്രിപ്സും ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഫുക്കറ്റും ക്രാബിയും. ഫുക്കറ്റിൽ ഈ പറഞ്ഞ മാതിരി ഓൾഡ് ഫുക്കറ്റ് ഉണ്ട്, ന്യൂ ഫുക്കറ്റ് ഉണ്ട്. പട്ടായ, ബാങ്കോക്കും ഫുക്കറ്റ് ക്രാബിയും നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണ് ശരിക്കും? മീൻസ് തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പോകേണ്ട നിർബന്ധമാണോ? അല്ല, എനിക്ക് തോന്നുന്നത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു ഡൗട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? ബാങ്കോക്ക് പട്ടായ ആക്ച്വലി പ്രോപ്പർ സിറ്റിയാണ്, സിറ്റി എക്സ്പ്ലോർ ആണ് വരുന്നത് കംപ്ലീറ്റ്ലി. പക്ഷെ വെൻ യു കം ടു ഫുക്കറ്റ് ആൻഡ് ക്രാബി, ഫുക്കറ്റ് ആക്ച്വലി ഐലൻഡ്സ് ആണ്. ഐലൻഡ് ദ്വീപുകളും ഈ പറഞ്ഞ മാതിരി വാട്ടർ ആക്ടിവിറ്റീസും അങ്ങനത്തെ ഒരു എക്സ്പ്ലോർ ആണ് വരുന്നത് ഫുക്കറ്റിലും ക്രാബിയിലും. ഫുക്കറ്റിലും ക്രാബിലും നമ്മൾ ഉറപ്പായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഫുഡുകൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ് ഉറപ്പായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഡിഷസ്? സീ ഫുഡ്സ് ആണ് ഫുക്കറ്റും ക്രാബിലും കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കൂടുതലും. അതുപോലെ തന്നെ ചൈനീസ് ഫുഡും ജപ്പാനീസ് ഫുഡും എല്ലാ കൺട്രീസ് ഫുഡും എക്സ്പ്ലോറേഷനും വരുന്നുണ്ട് ഫുക്കറ്റ് ക്രാബിയിൽ. ഫുക്കറ്റ് ക്രാബിയിൽ എങ്ങനെ യാത്ര ചെയ്യുന്നതാണ് നല്ലത്? സിംഗിൾ ആയിട്ടാണോ ഓർ ഗ്രൂപ്പായിട്ടാണോ? എങ്ങനെയാണ് അവിടെ എത്തിപ്പെടാൻ എന്താണ് ഏറ്റവും നല്ല വഴി? ഫുക്കറ്റ് ക്രാബി ആക്ച്വലി ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഐലൻഡ് ആയിക്കോട്ടെ, നിങ്ങളൊരു ഗ്രൂപ്പ് ആവുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ ഫുക്കറ്റ് ക്രാബി? ഒബ്വിയസ്ലി ഫുക്കറ്റ് ക്രാബി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എത്ര ദിവസം ശരിക്കും നമ്മൾ മൊത്തം ഫുക്കറ്റ് ക്രാബി കണ്ടിരിക്കണം, എത്ര ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഒരു 5 days എങ്കിലും നിങ്ങൾ ഫുക്കറ്റ് ക്രാബിൽ സ്പെൻഡ് ചെയ്യണം. ശരിക്കും ഫുക്കറ്റ് ക്രാബിൽ പോകാൻ പറ്റിയ സമയം എപ്പോഴാണ്? ഞാൻ കേട്ടിട്ടുണ്ട് ഈ വെക്കേഷൻ ടൈം, സമ്മർ ടൈം ഫുക്കറ്റ് ക്രാബിക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ശരിയാണോ അത്? മാർച്ച്, ഏപ്രിൽ, മെയ് നല്ലൊരു ടൈമാണ് ആക്ച്വലി ഫുക്കറ്റ് ക്രാബിക്ക്. വെക്കേഷൻ ടൈമാണ് ബെസ്റ്റ് ടൈംസ് എന്ന് പറയുന്നത്. ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് നല്ല ടൈമാണ് ഫുക്കറ്റ് ക്രാബിൽ ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഫുക്കറ്റ് ക്രാബിലേക്ക് യാത്ര ചെയ്യാൻ ഏത് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് ശരിക്കും? ആക്ച്വലി ഫുക്കറ്റിൽ തന്നെ എയർപോർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്യണവരാണെങ്കിൽ ഡയറക്റ്റ് ഫുക്കറ്റിലേക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് വരുന്നുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നുണ്ട്, കുലാലംപൂർ ത്രൂ കണക്ഷൻ ഫ്ലൈറ്റും വരുന്നുണ്ട്. ഫുക്കറ്റ് ക്രാബിലേക്ക് യാത്ര ചെയ്യാൻ ശരിക്കും വിസ ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്ന് പറയാമോ? തായ്ലൻഡ് ആക്ച്വലി വിസ ഫ്രീ ആണ്, അറൈവൽ വിസയാണ് ആക്ച്വലി ഫ്രീ ആണ് ഇന്ത്യൻസിന്. അപ്പോൾ അടുത്ത വർഷം ഡിസംബർ 31 വരെ ഇന്ത്യൻസിന് ഫ്രീ വിസയാണ്. അപ്പോൾ അതുകൊണ്ട് വിസ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ടിക്കറ്റ് എടുക്കുക, പറക്കാം. അപ്പോൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആണ് ഫുക്കറ്റ് ക്രാബി. യെസ്, ഓക്കെ, താങ്ക് യു റിറ്റി. താങ്ക് യു.